ഓരോ കോണിലും പ്രശ്നങ്ങളും അപകടങ്ങളും അപ്രതീക്ഷിത സംഭവങ്ങളും ഒക്കെയും പതിയിരിക്കുമ്പോൾ ലോകം താറുമാറായതും പ്രവചനാതീതവുമായ ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും പൂർത്തിയാക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അതിനായി നിങ്ങൾ ശ്രമിക്കാറുണ്ടോ? ഈ ജീവിതമാകുന്ന യുദ്ധത്തിൽ നിങ്ങൾ തനിച്ചല്ല, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയമുണ്ട്. അത് അഭേദ്യവും പൊട്ടാത്തതുമായ ഒരു ഘനമേറിയ കവചമാണ്. സങ്കീർത്തനകാരൻ ഈ ശക്തമായ വാഗ്ദത്തത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. ഇത് പോർക്കളത്തിൽ നാം ഒറ്റയ്ക്കല്ല എന്നതിന്റെ ശക്തമായ ഒരു സൂചനയാണ് ഈ വാക്യം. നമ്മുടെ പരിചയം പലകയും നമ്മുടെ സംരക്ഷണവുമായ ഒരു ദൈവമുണ്ട്. നമ്മുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന ദൈവം, എപ്പോഴും നമ്മോടൊപ്പമുള്ള, എപ്പോഴും നമ്മെ സംരക്ഷിക്കുന്ന, എപ്പോഴും നമ്മെ നയിക്കുന്ന ഒരു ജീവനുള്ള ദൈവം നമുക്കുണ്ട്. ദൈവത്തിന്റെ സംരക്ഷണം നമ്മുടെ ചിന്തയിലോ കാണുവാൻ കഴിയുന്ന ഈ സാഹചര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. 1000 പേര് നമ്മുടെ വശത്ത്, 10,000 പേര് നമ്മുടെ വലത്തുവശത്ത് വീണാലും ദൈവത്തിന്റെ സംരക്ഷണം കാരണം ഒരു അനർത്ഥവും നമ്മെ തൊടുകയില്ല. ഇതാണ് ദൈവിക സംരക്ഷണം. ഇന്ന് നിങ്ങളെ സംരക്ഷിക്കുമെന്ന് പറയുന്ന മനുഷ്യനേക്കാളും ദൈവത്തിൽ അധികമായി നമുക്ക് വിശ്വസിക്കാം. അവനെ നിങ്ങളുടെ പരിചയവും നിങ്ങളുടെ സംരക്ഷണവും ആക്കാൻ അനുവദിക്കാം. അവന്റെ സംരക്ഷണത്തിൽ നിങ്ങൾ സുരക്ഷിതമാണ് എന്ന് അറിയുന്നതിലൂടെ ലഭിക്കുന്ന ഒരു സമാധാനം നമുക്ക് അനുഭവിക്കാം. ഗോഡ് ബ്ലെസ് യു.